90+ India's first animated live tuition. So, നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എസ്പെഷ്യലി സോഷ്യൽ സയൻസ്. നല്ല എക്സാം ആയിരുന്നില്ലേ അല്ലേ? എല്ലാവരും വേഗം കമന്റ് ഒക്കെ ചെയ്തേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നമ്മൾ മാരത്തണിലൊക്കെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ പോലും നമ്മൾ എക്സാക്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? സോഷ്യൽ സയൻസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഹാപ്പി ആയല്ലോ അല്ലേ? പിന്നെ കുറെ പേർക്ക് ആൻസർ പേപ്പർ ഒക്കെ കിട്ടി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേസ് നമ്മൾ എന്തായാലും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? സോ വി ആർ ബാക്ക് വിത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആനുവൽ എക്സാമിനുള്ള കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മുടെ ഓരോ സെഷൻസിലായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഞാൻ ഓൾറെഡി നിങ്ങളെ ഇൻഫോം ചെയ്തതാണ്. ഏതായിരുന്നു ചാപ്റ്റർ? ഓർമ്മയുണ്ടോ? ക്രിസ്മസ് എക്സാം ഒക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട് അല്ലെ? യെസ്, അടിപൊളി ആവാതിരിക്കില്ലല്ലോ. ഓക്കെ, സോ ഇതാ നമ്മുടെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ SS1 8ാമത്തെ ചാപ്റ്റർ കേരള ടുവേർഡ്സ് മോഡേണിറ്റി. അപ്പൊ ഈ ചാപ്റ്ററിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. നമ്മുടെ കേരളത്തിലോട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ യൂറോപ്യൻസും എല്ലാവരും വന്നപ്പോൾ എന്തൊക്കെ ചേഞ്ചസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ആൻഡ് ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ അവരെയൊക്കെ തുരുത്തി ഓടിച്ചത്, ഓക്കെ, അവരെന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ കേരളത്തിൽ വരുത്തി, പിന്നെ കേരളം, നമ്മുടെ മലബാർ, കൊച്ചി, ട്രാവൻകൂർ ആയിരുന്ന നമ്മുടെ ഈ ഒരു സ്ഥലം എങ്ങനെ കേരളമായി മാറി എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പോ വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക? വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആനുവൽ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വലിയ കൺഫ്യൂസിങ് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല അല്ലെ? ഹിസ്റ്ററി അങ്ങനെയല്ലേ? സോ പേടിക്കേണ്ട ആരും. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, സോ എല്ലാവരും റെഡിയാണോ? എല്ലാവരും ആക്റ്റീവ് ആയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, കുറച്ചല്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യണം? ആക്റ്റീവ് ആയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സോ റെഡി അല്ലേ എല്ലാവരും? കമന്റ് ഇട്ടേ, വേഗം പറഞ്ഞ. എല്ലാവരും റെഡി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേഗം കമന്റ് ചെയ്തേ. യെസ്. അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ പ്ലേസ് വേർ പഴശ്ശിരാജ ലെഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. പഴശ്ശിരാജാവ് എവിടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ, ഏത് റീജിയനിലാണ് സമരം നടത്തിയതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഒബ്വിയസ്ലി ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ? ഒരു മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി ആണോ, ട്രാവൻകൂർ ആണോ, മലബാർ ആണോ, കൊല്ലമാണോ? ഓക്കെ, ഈസി അല്ലേ? പഴശ്ശിരാജാവിനെ അറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. പഴശ്ശിരാജാവിന്റെ റീജിയൻ അറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. സോ എവിടെയാണ്? വേഗം കമന്റ് ചെയ്ത്. എവിടെയാണ്? ആരെങ്കിലും തെറ്റിക്കുന്നുണ്ടോ നോക്കട്ടെ. കൊച്ചിയാണോ, ട്രാവൻകൂർ ആണോ, മലബാർ ആണോ, കൊല്ലമാണോ? വേഗം നോക്കട്ടെ. വേഗം കമന്റ് ചെയ്തേ. യെസ്, കമന്റ്സ് ഒക്കെ വന്നില്ലേ? ഏതാണ്? നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. പഴശ്ശിരാജ എവിടെയാണ്? നമ്മുടെ മലബാറിലാണ്. ഓക്കെ, അപ്പൊ പഴശ്ശി റിവോൾട്ടും നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ നിന്ന് കുറെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇയേഴ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. അടുത്ത ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് കുളച്ചിൽ ഈസ് റിലേറ്റഡ് ടു കുഞ്ഞാലിമരയ്ക്കാർ, പാലിയത്തച്ഛൻ, സാമറിൻ ഓർ സാമൂതിരി ആൻഡ് മാർത്താണ്ഡവർമ്മ. ഇതിൽ ഏതാണ്? അപ്പൊ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ എന്താണെന്ന് അറിയണം അല്ലെ? എന്തായിരുന്നു? നമ്മുടെ ഡച്ചുകാരെ നമ്മുടെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിച്ചൊരു യുദ്ധമായിരുന്നു ബാറ്റിൽ ഓഫ് കൊളച്ചിൽ. അങ്ങനെയാണെങ്കിൽ അത് ആരുമായി റിലേറ്റ് ചെയ്തതാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മ. ഓക്കെ, ട്രാവൻകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയായി റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടില്ലേ അല്ലെ? ഓരോരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചത്. സിമ്പിൾ അല്ലേ? ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, നമ്മുടെ പഴശ്ശിരാജാവ് അല്ലെ? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ
പഴശ്ശി റിവോൾട്ട് 3 മാർക്കിന് 2 തവണയൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പഴശ്ശി റിവോൾട്ട് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. സോ പഴശ്ശി റിവോൾട്ട് എന്ന് പറഞ്ഞേ എന്താണ്? നമ്മൾ എന്തൊരു 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ അത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടത്? എങ്ങനെ ആൻസർ ചെയ്യണം? സോ നമുക്ക് പഴശ്ശി റിവോൾട്ട് നോക്കാം അല്ലെ. സോ കേരളവർമ്മ പഴശ്ശിരാജ, ഫുൾ നെയിം അല്ലെ, കേരളവർമ്മ പഴശ്ശിരാജ എവിടെയാണ്? കോട്ടയം റോയൽ ഫാമിലി. ഓക്കെ, സോ ഹി ലെഡ് ദി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഇൻ മലബാർ. മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങൾക്ക് അല്ലെങ്കിൽ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളായിരുന്നു പഴശ്ശിരാജാവ് അല്ലെ. സോ ഇതിന്റെ റീസൺ അല്ലെ, എന്തിനാണ് രാജാവ് വെറുതെ പോയിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്താണോ? അല്ല. എന്തിനായിരുന്നു? ദ ബ്രിട്ടീഷ് പ്രോമിസ് പഴശ്ശി the right to collect tax from Kottayam region as a reward for helping them in the wars against Mysore. മൈസൂരുമായിട്ടുള്ള യുദ്ധത്തില് പഴശ്ശി രാജാവ് ആരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് പ്രോമിസ് ചെയ്തു എന്നറിയോ? നമ്മുടെ കോട്ടയം റീജിയനിലെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള എന്താണ് റൈറ്റ് പഴശ്ശിരാജാവിന് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാര് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഈ ഒരു ബാറ്റിൽ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അവരുടെ പ്രോമിസ് റെഫ്യൂസ് ചെയ്തു. സോ ദ ബ്രിട്ടീഷ് റെഫ്യൂസ് ടു കീപ് ദിയർ പ്രോമിസ് ആഫ്റ്റർ ദി ട്രംപ് ഇൻ ദി ബാറ്റിൽ. ഓക്കെ, അപ്പൊ വാക്ക് മാറി. വാക്ക് തെറ്റിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ സമരം ചെയ്യോ? അല്ലെ, ചെയ്യുമായിരിക്കും അല്ലെ. യെസ്. സോ മോറോവർ ദ ബ്രിട്ടീഷ് ക്ലെയിം ദെയർ ഡോമിനൻസ് ഓവർ വയനാട്. മാത്രമല്ല ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട്ടിൽ കൂടി ഏരിയാസിലൊക്കെ ഭരണം നടത്താൻ വേണ്ടി തുടങ്ങി. ആ പ്രദേശങ്ങളിലേക്ക് കൈ കടത്താൻ വേണ്ടി തുടങ്ങി. സോ അങ്ങനെ പഴശ്ശിരാജ ഓർഗനൈസ് ദ പീപ്പിൾ ആൻഡ് ഫോർട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ യുദ്ധം നടക്കുന്നത്. സോ പഴശ്ശിരാജാവിന്റെ ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് ആയിരുന്നു, വാർ മെത്തേഡ് ആയിരുന്നു ഗൊറില്ല വാർ അല്ലെ. The unleashed guerrilla war against the British with the help of Chempan, Poka, Kaideri, Ampu Nair, Edachena, Kunkan Nair and Talakil Chandu, the leader of Kurichas in Wayanad. അപ്പോൾ നമ്മുടെ പഴശ്ശി രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ പറയുന്ന കുറിച്യ ലീഡർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മുടെ പഴശ്ശി രാജാവ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല വാറൊക്കെ നടത്തുന്നത്. ഓക്കെ, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഈ ഫൈറ്റില് നമ്മുടെ എന്താണ് പഴശ്ശിരാജ എന്ത് ചെയ്യാണ്? മരിക്കുകയാണ് അല്ലെ. 13th November 1805 പഴശ്ശിരാജാവ് കൊല്ലപ്പെടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പഴശ്ശി റിവോൾട്ടിനെ പറ്റി ഷോർട്ട് നോട്ട് എഴുതാൻ ഒരു 3-4 മാർക്സിനൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞാല് എഴുതേണ്ടത്. കാരണം നമുക്ക് എവിടെയാണ്, ഏത് റീജിയനിലാണ്? മലബാറിലാണ് അല്ലെ. സോ മലബാറിൽ നടന്ന സമരമാണ്. അതേപോലെ തന്നെ റീസൺ വേണം, വെറുതെ അല്ലല്ലോ, എന്തിനാണ് ഇവര് യുദ്ധം ചെയ്തതെന്ന് വേണം. ആൻഡ് അതിന്റെ റിസൾട്ട് എന്താണ് അല്ലെങ്കിൽ മെത്തേഡ് എന്താണ് എന്നൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? സിമ്പിൾ ആയിട്ട് 4-3 മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, സോ പേടിക്കണ്ട, നമുക്ക് ഇതൊക്കെ ഓൺ വേർഡ്സിൽ നമുക്ക് ഒന്ന് ഇൻസിഡൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ പഴശ്ശി റിവോൾട്ട്. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ മൊത്തം അങ്ങനെയുള്ളൂ. ഓരോന്നും ഓരോ ഇൻസിഡന്റിന്റെ റീസൺ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതാം. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെറുതെ ഒരു 3 മാർക്ക് 4 മാർക്കൊക്കെ നമുക്ക് കിട്ടിയില്ലേ? ഇല്ലേ, വെറുതെ അല്ല, പഠിച്ചിട്ടാ അല്ലെ. സോ റെഡി? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും അല്ലെ. Massive column, so link column A with appropriate items from column B. എപ്പോഴും ഉണ്ടാവുന്നല്ലേ ആണ്. അപ്പൊ ഇവിടെ ആരൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? മാർക്ക് അറിയാലോ. മാർക്ക് ഒബിയസ്ലി 4 മാർക്കിനായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരുടെ പേരും അവരെ എന്താണിത്, അവർ ലീഡ് ചെയ്ത കുറച്ച് സമരങ്ങളോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അതില് GP പിള്ളെ തന്നിട്ടുണ്ട്, ഡോക്ടർ പൽപ്പ് തന്നിട്ടുണ്ട്, C കേശവൻ, മന്നത്ത് പത്മനാഭൻ ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് റിഫോം ആക്ടിവിറ്റീസും തന്നിട്ടുണ്ട്. സോ അതിന്റെ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുമോ? കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. പൽപ്പു, സോറി GP പിള്ളെ ഏതാണെന്ന് അറിയോ? കറക്റ്റ് ആൻസർ അറിയോ? വേഗം കമന്റ് ചെയ്ത് നോക്കട്ടെ. GP പിള്ളെ, മന്നത്ത് പത്മനാഭൻ. യെസ്, മന്നത്ത് പത്മനാഭൻ നമ്മൾ എവിടെയാ പഠിച്ചേ? ഓർമ്മയുണ്ടോ? യെസ്, കമന്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതെങ്ങനെയാ? നമ്മള് GP പിള്ളെ മലയാളി മെമ്മോറിയൽ ആണെന്ന് പറയുന്നുണ്ട് കുറച്ച് പേര്. മലയാളി മെമ്മോറിയൽ. ഓക്കെ ഫൈൻ.
നോക്കാം കറക്റ്റ് ആണെന്ന് അറിയില്ലേ, കറക്റ്റ് ആണെന്ന് അറിയില്ല. ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ നിന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഫൈൻ. പിന്നെ സി കേശവൻ, ഇനി ബാക്കിയുള്ളത് സവർണ ജാതിയും നിവർത്തന പ്രക്ഷോഭമാണ്. പറഞ്ഞോ, സി കേശവൻ നിവർത്തന പ്രക്ഷോഭാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ ബാക്കി സവർണ ജാഥ. കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണോ? ഈ ഒരു മാച്ച് ചെയ്തത് കറക്റ്റ് ആണോ? എനിക്ക് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? വേഗം കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഓക്കെ, സോ ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ നോക്കിയാലോ? യെസ്. സോ GPP എന്താണ്? മലയാളി മെമ്മോറിയൽ ആണ്. ഡോക്ടർ പൽപു ഈഴവ മെമ്മോറിയൽ, സി കേശവൻ നിവർത്തന പ്രക്ഷോഭം, മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ. സിമ്പിൾ. ഓക്കെ, അപ്പോ നമുക്ക് ഓരോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട് അല്ലെ. ടേബിളിൽ ഓരോരുത്തരെയും പല സോഷ്യൽ റിഫോമേഴ്സും അതേപോലെ തന്നെ അവരുടെ റിഫോം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ, അവർ സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഭാഗത്തുനിന്ന് മാത്സ് ഫോളോയിങ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ, ചോദിച്ചൂടെ? അതേപോലെ തന്നെ ഇതുപോലെ ഓരോരോ ഇൻസിഡൻസ് നേതൃത്വം കൊടുത്ത ആൾക്കാരുണ്ട്. സോ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ പഠിച്ചു വെക്കണം. ഇതുപോലെ എന്ത് ചെയ്യും? നമുക്ക് മാത്സ് ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ മലബാർ റിബല്യൻ. മലബാർ റിബല്യൻ നമ്മുടെ പഴശ്ശി റിവോൾട്ട് ചോദിച്ച പോലെ തന്നെ മലബാർ റിബല്യൻ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു മലബാർ റിബല്യൻ എന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ആ ഇൻസിഡൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് മലബാർ റിബല്യൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റുന്നത്? 1920 ഗാന്ധിജി ആൻഡ് ഷൗക്കത്ത് അലി വിസിറ്റഡ് കാലിക്കറ്റ് അല്ലെ. നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റും അതിന്റെ സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാന്ധിജി എവിടെ വരുവാണ്? നമ്മുടെ കാലിക്കറ്റിൽ വരുവാണ്. അങ്ങനെ ഖിലാഫത്ത് മൂവ്മെന്റ് നമ്മുടെ മലബാറിൽ വളരെ സ്ട്രോങ് ആവുന്ന ഒരു സമയം. ഓക്കെ, ഖിലാഫത്ത് മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആവുന്നു. സബ്സിക്വന്റ്ലി there were a direct fight with the British in several places in Malabar. അപ്പൊ നമുക്കറിയാം മലബാർ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ആയിട്ട് ഭരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ബ്രിട്ടീഷുകാരും നമ്മുടെ മലബാറിലെ ആൾക്കാരും തമ്മിലെ ഫൈറ്റുകൾ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മലബാറിലെ മാപ്പിള peasants, okay, the Mappila peasants of Malabar fought against the British in Ernaad, Valluvanad and Ponnani Taluk. Okay, and these struggles in general are known as Malabar Rebellion. Okay, അപ്പോ എന്താണ് നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റ് ഒക്കെ സ്ട്രോങ് ആയി വരുന്നു. ആൻഡ് മലബാറിൽ കൂടുതൽ ഫൈറ്റ്, ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് ഫൈറ്റുകൾ ഇവിടെ കൂടി വരുവാണ്. ഓക്കെ, പ്രൊട്ടസ്റ്റുകളൊക്കെ കൂടി വരുവാണ്. ആൻഡ് അങ്ങനെ നമ്മുടെ മലബാറിലെ മാപ്പിള പെസൻസ്, ഏർനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിലെ മാപ്പിള പെസൻസ് എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് പ്രൊട്ടസ്റ്റുകൾ നടത്താണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്, ഇതിനെയൊക്കെ നമ്മൾ മലബാർ റിബല്യൻ എന്നാണ് പറയുന്നത്. സോ ഏതാണ് ഇയർ? 1921. ഓക്കെ, ഇയറും പഠിച്ചു വെക്കണം. മലബാർ റിബല്യൻ 1921 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, ഇവിടെയാണ് നമ്മുടെ ഇയേഴ്സ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ അറിയോ? അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ട് ഇതിനെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ട്, നിവർത്തന പ്രക്ഷോഭം ഉണ്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ ഉണ്ട്, വൈക്കം സത്യാഗ്രഹം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒന്നുമില്ല, നമ്മള് പഠിച്ച ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചാലും മതി അല്ലെ. നമ്മൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഇൻസിഡന്റ് ആണ്. നമ്മളടുത്ത് ഇവിടെ ഇയർ ഒന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല അല്ലെ, ഇയർ ഒന്നും എഴുതാൻ പറഞ്ഞില്ല. അതിനൊന്ന് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് എഴുതിയാൽ മതി, ഏതാണ് ഫസ്റ്റ് നടന്നത് അതിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് എന്തറിയണം? ഇയേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ട് നമ്മൾ പഠിച്ച ഓരോ ഇൻസിഡന്റും ഓരോ ഓർഡറിൽ അങ്ങ് ഓർത്തെടുത്താലും മതി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതാ 4 മാർക്ക് വെറുതെ മിസ്സാക്കാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് എന്തായാലും റിവിഷന്റെ ഒക്കെ സമയത്ത് ഓരോ ഇൻസിഡൻസും, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഓരോ ഇൻസിഡൻസും കറക്റ്റ് ഓർഡറിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ റിവിഷന് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന അവിടെയാണ് നമ്മൾ തകർക്കാൻ പോകുന്നത്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാം കേട്ടോ, എവിടെ? റിവിഷന്റെ സമയത്ത്. ഓക്കെ, എനിവേസ് നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം.
ആൻസർ നോക്കാം. സോ ദ ആൻസർ ഈസ് ഫസ്റ്റ് നടക്കുന്നത് ഏതാണ്? നമ്മുടെ വൈക്കം സത്യാഗ്രഹമാണ്. ഓക്കെ, ഇയർ 1924 പിന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. നമ്മൾ ഇതേ ഓർഡറിലല്ലേ ടെക്സ്റ്റിൽ പഠിക്കുന്നേ അല്ലെ? നമ്മൾ ഇതേ ഓർഡറിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഗുരുവായൂർ സത്യാഗ്രഹ 1931 പിന്നെയാണ് നമ്മുടെ നിവർത്തന പ്രക്ഷോഭം 1932 അതെവിടെയാ നമ്മൾ പഠിച്ചേ? ട്രാവൻകൂറിലാണോ അല്ലെ? ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം അല്ലെ? നമ്മൾ അവിടെ പഠിച്ചു. പിന്നെയാണ് ഏത് വരുന്നത്? നമ്മുടെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇൻ ട്രാവൻകൂർ 1936. ഓക്കെ, അപ്പൊ നമുക്ക് ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇയർ എഴുതാൻ പറഞ്ഞിട്ടില്ല അല്ലെ? അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ മതി. സോറി, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയാൽ മതി. ഇയർ ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നിങ്ങള് ഞാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞാലോ അല്ലെ? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ആരും ഇയർ ഒന്നും സ്കിപ്പ് ചെയ്യണ്ട, മര്യാദക്ക് ഇരുന്ന് പഠിച്ചു, വേറെ വഴിയില്ല. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് വൈക്കം സത്യാഗ്രഹ ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ. ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ഇയറിൽ അപ്പോ 4 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. വൈക്കം സത്യാഗ്രഹം എഴുതണം, ഗുരുവായൂർ സത്യാഗ്രഹയും നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നിന്റെയും എന്താണ് ഇവിടെ. നമുക്ക് ഇവിടെ ഓരോ ഇൻസിഡന്റിനും ഓരോരോ റീസൺസ് ഉണ്ട്. ഓക്കെ, ആ റീസൺ നമ്മൾ എഴുതണം. എന്നിട്ട് അത് സക്സസ് ആയോ ഇല്ലയോ എന്ന് എഴുതണം. പിന്നെ അതിന്റെ എന്ത് എഴുതണം? ഇയർ കൂടി മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇയർ ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം നടന്നിട്ടുള്ളത് അല്ലെ? സത്യാഗ്രഹ ഇസ് എ വേ ഓഫ് സ്ട്രഗിൾ അല്ലെ? ഈ ഒരു സ്ട്രഗിൾ ഒക്കെ നമ്മൾ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിലൊക്കെ പഠിച്ചല്ലേ? സോ ഇതിനൊക്കെ ഓരോരോ റീസൺസ് ഉണ്ടാവും. ആ റീസൺ ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. സോ നമുക്ക് നോക്കാം. അപ്പൊ വൈക്കം സത്യാഗ്രഹം എന്തിനാണ് നടന്നിട്ടുള്ളത്? The Vaikam Satyagraha led by T.K. Madhavan. Yes, നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി ഉണ്ട്. ലീഡേഴ്സിന്റെ പേരും ഓർത്തു വെക്കുക. ഓരോ ഇൻസിഡൻസും ലീഡ് ചെയ്ത ആൾക്കാരെ കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. So the Vaikam Satyagraha was led by T.K. Madhavan was one of the major struggles that took place in Kerala for claiming the right to travel. അതായത് വൈക്കം ടെമ്പിൾ ഉണ്ടല്ലോ, വൈക്കം ടെമ്പിളിന്റെ അടുത്തു കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആർക്കും ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആർക്കും അല്ല, ലോവർ കാസ്റ്റിലുള്ളവർക്കൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ T.K. മാധവന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഇതിനെതിരെ സമരം നടക്കാണ്. സമരം മീൻസ് സത്യാഗ്രഹം നടക്കാണ്. അപ്പോ നമ്മുടെ ഈ സവർണർ ഉണ്ടല്ലോ, സവർണർ അതായത് അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന T.K. മാധവന്റെ ഈ ഒരു സത്യാഗ്രഹയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പർ കാസ്റ്റിൽ ഉണ്ടായിരുന്ന ആരാണ്? നമ്മുടെ മന്നത്ത് പത്മനാഭനും എന്ത് ചെയ്തു? ഒരു സവർണ ജാഥ നടത്തി. ഓക്കെ, സോ എക്സ്പ്രസിംഗ് ദി സോളിഡാരിറ്റി വിത്ത് ദി സത്യാഗ്രഹ, മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ് ദി സവർണ ജാഥ. And following the struggle, the lower caste secured permission to travel through the roads around the Vaikam temple. അപ്പൊ എന്തായി? വൈക്കം സത്യാഗ്രഹ സക്സസ് ആയിരുന്നു അല്ലെ? അങ്ങനെ ലോവർ കാസ്റ്റിലുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റി? വൈക്കം ടെമ്പിളിനടുത്തൂടെ ട്രാവൽ ചെയ്യാനുള്ള റൈറ്റ്, അവകാശം കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് വൈക്കം സത്യാഗ്രഹ ആൻഡ് 1924. ഇയറും പഠിച്ചു വെക്കുക. ഇയർ പഠിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം? ഇയർ പഠിക്കണം. ഓക്കെ, ഓരോ ഇൻസിഡന്റിന്റെയും ഇയർ പഠിക്കണം. അതിന്റെ ലീഡർ ആരാണെന്ന് പഠിക്കണം. പ്ലസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് സ്ട്രഗിൾ നടത്തിയിട്ടുള്ളതെന്ന് പഠിക്കണം അല്ലെ? എന്തിനാണ് ഈ സത്യാഗ്രഹമൊക്കെ നടത്തിയിട്ടുള്ളതെന്ന് പഠിക്കണം. പ്ലസ് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? സക്സസ് ആയിരുന്നോ അല്ലെങ്കിൽ ഫെയിലിയർ ആയിരുന്നോ എന്നുള്ളത് കൂടി നമ്മൾ അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ വൈക്കം സത്യാഗ്രഹം മാത്രമാണോ പറഞ്ഞത്? അല്ല, ഏത് കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എപ്പോഴാണ് നടക്കുന്നത്? 1931. 1931 ഇതിന്റെ ലീഡർ ആരായിരുന്നു? കെ കേളപ്പൻ. ഓക്കെ, കെ കേളപ്പൻ ആണ്. എന്തിനാണ് ഈ സത്യാഗ്രഹം നടത്തിയത്? ഓക്കെ, എന്തിനാ സത്യാഗ്രഹ? The entry for all caste of Hindus into ഗുരുവായൂർ ടെമ്പിൾ. ഗുരുവായൂർ ടെമ്പിളില് എല്ലാ കാസ്റ്റിലുള്ള ഹിന്ദുസിനും കയറാനുള്ള റൈറ്റിന് വേണ്ടിയിട്ടാണ് കെ കേളപ്പന്റെ നേതൃത്വത്തില് ഗുരുവായൂർ സത്യാഗ്രഹ 1931 നടന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതിന് വോളണ്ടിയർ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു A.K. ഗോപാലൻ. അതേപോലെ തന്നെ P. കൃഷ്ണപിള്ളി വാസ് കൊളാസ്ലി അറ്റാക്ട് ഡ്യൂറിംഗ് ദിസ് സത്യാഗ്രഹ. ഓക്കെ, ഭയങ്കരമായിട്ട് അടിയൊക്കെ കിട്ടിയ ഒരാളായിരുന്നു കൃഷ്ണപിള്ള. ആൻഡ്
ആൻഡ് ഇതിന്റെ റിസൾട്ട് ഇനി വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇയർ പഠിച്ചു. ഇയർ നമുക്ക് മനസ്സിലായി, ഇതിന്റെ ലീഡർ ആരാണെന്ന് മനസ്സിലായി, ഇതിന്റെ റീസണും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് പ്ലസ് നമുക്ക് ഇനി എന്ത് വേണം? ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണം അല്ലെ. റിസൾട്ട് എന്താണ്? The following these popular protests, the Temple Entry Proclamation was announced on 12th November 1936 in Travancore. ഓക്കെ, എന്തായി? നമ്മുടെ ക്ഷേത്ര പ്രവേശന വിളംബരം എന്നാണ് 12th November 1936. ഓക്കെ, ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം? ഗുരുവായൂർ ടെമ്പിളിലേക്ക് കയറാനുള്ള അവകാശം കിട്ടാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതുവരെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഓക്കെ, കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ കുറെ പഠിക്കാനുണ്ട്. അയ്യോ, ഫുൾ ടെൻഷൻ ആയിട്ടൊന്നും ഇരിക്കണ്ട. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഓരോ ഇൻസിഡന്റും എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇപ്പൊ വൈക്കം സത്യാഗ്രഹം ആണെങ്കിലും, ഗുരുവായൂർ സത്യാഗ്രഹം ആണെങ്കിലും, പഴശ്ശി റിവോൾട്ട് ആണെങ്കിലും, മലബാർ റിബല്യൺ ആണെങ്കിലും എല്ലാത്തിനും ഒരു കാരണമുണ്ട്, വേ ഓഫ് സ്ട്രഗിൾ ഉണ്ട്. ഓക്കെ, അതിന് കുറച്ച് ലീഡേഴ്സ് ഉണ്ട്. സോ ഇവരുടെയൊക്കെ പേരൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതൊക്കെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് എല്ലാവരും ഇത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കുക. ആൻഡ് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഉണ്ടല്ലേ, ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, 5 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് നമുക്കിനി. സോ അതിന്റെ ഒക്കെ ആഫ്റ്റർ ക്ലാസ് അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സോ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ.